BODMAS എഴുതിയെടുത്തോളൂ കേട്ടോ. B for bracket, O for ഓപ്പൺ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഓഫ് എന്ന് പറയാം. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓൻ്റെ അർത്ഥം ഓഫ് തന്നെയാണ് കേട്ടോ, ഓഫ് തന്നെയാണ്. അടുത്തത് ഡീൻ്റെ അർത്ഥം ഡിവിഷൻ, എമ്മിൻ്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ, എന്റെ അർത്ഥം അഡീഷൻ, എസിൻ്റെ അർത്ഥം സബ്ട്രാക്ഷൻ. സോ ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക ആദ്യം. എന്നിട്ട് നമ്മൾ ഓ പറയുന്നത് ഓഫ് എന്നാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. സിംപ്ലിഫൈ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. സിംപ്ലിഫൈ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 27 - 25. പിന്നെ 12 + 1. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ്, ഏത് ബ്രാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ ബ്രാക്കറ്റിനൊരു ഇതുണ്ട് കേട്ടോ, ഒരു ഓർഡറൊക്കെ ഉണ്ട്. ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കാണിച്ചു തരാം എന്താണ് ഓർഡർ എന്നുള്ളത്. ഇങ്ങനെ ആയിരിക്കണം ഓർഡർ. സി ബ്രാക്കറ്റാണിത്. ഇത് കേർലി ബ്രാക്കറ്റ് എന്ന് പറയും. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയും. ഇതിനെന്ത് പറയും? സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിന് കേർലി എന്നാണ് ചിലവർ പറയുക. ഇതിനെ സി ബ്രാക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കേർവ് ബ്രാക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് കാണുന്നത്, ഏതിനെയാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി ബ്രാക്കറ്റിന്, പിന്നെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ സി ബ്രാക്കറ്റ് മാത്രമേ, അല്ലെങ്കിൽ കേർവ് ബ്രാക്കറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യുക. രണ്ടും കേർവ് ബ്രാക്കറ്റ് ആയത് കാരണം ഏത് വേണമെങ്കിലും ആദ്യം സോൾവ് ചെയ്യാം. ഇപ്പോൾ 27 - 25 പോയാൽ 2 വരുന്നത്. ഇവിടെ ഒന്നുമില്ല അല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല അല്ലേ. ഈ ബ്രാക്കറ്റ്, ഇവിടെ ഒരു ബ്രാക്കറ്റ്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റു ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. 12 + 1 എത്രയാണ്? 13. അപ്പോൾ 2 13s എത്രയാണ് പറയൂ? 2 13s എത്രയാ? എല്ലാവരും ക്ലാസ്സിലുണ്ടോ? അവന്തിക, ഡയ, കിഷ. 2 13s എത്രയാ? 2 × 13 എത്രയാണ്? 26 അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ 3 പേർക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ കുറച്ചൊന്ന് സ്പീഡായിട്ട് പോവുകയാണ്. ഇത് അയച്ചു തരാം, നിങ്ങൾക്ക് എഴുതിയെടുക്കണം കേട്ടോ. 4/9 × 18/5 ഡിവിഷൻ 24/5. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷനും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ? ഡിവിഷൻ. ആരാ ഡിവിഷൻ എന്ന് പറഞ്ഞത്? ദയ. കിഷാൻ എന്ത് പറഞ്ഞു? മൾട്ടിപ്ലിക്കേഷൻ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ അല്ല വരിക, ഡിവിഷൻ ആണ് വരിക കേട്ടോ കിഷാൻ. എന്താണ് നമ്മൾ ഓർഡർ പറഞ്ഞത്? ഡിവിഷൻ കഴിഞ്ഞ് പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെയാണ് അഡീഷൻ, പിന്നെയാണ് സബ്ട്രാക്ഷൻ വരിക കേട്ടോ. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം വരിക. എന്താ അവന്തിക ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവന്തിക കേൾക്കുന്നുണ്ടോ? ആ, സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ 18/5 എന്നുണ്ട്. ഇപ്പോൾ ഡിവിഷനെ ഇങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടതിൻ്റെ ശേഷം ഇതിനെ രണ്ടിനെയും തലകീഴായിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5/24 എന്ന് വന്നു.
ഇവിടെ രണ്ട് സ്ഥലത്തും ഈ ഒരു ഫ്രാക്ഷനെയും ഈ ഒരു ഫ്രാക്ഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേലെയുള്ള ഏത് നമ്പറിനെയോ ആ നമ്പറിനെയും താഴെയുള്ള നമ്പറൊക്കെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 18ലും 24ലും വരുന്ന ടേബിൾ, ഏത് ടേബിളിലാണ് ഈ 18ഉം 24ഉം രണ്ടും വരിക? 3ൻ്റെ ടേബിളിൽ. 6 3 18 വരും, 8 3 24 വരും. വീണ്ടും അടിച്ചു കൊടുത്താൽ 6ൽ വന്ന് 2 3 തവണയുണ്ട്, 8ൽ 2 4 തവണയുണ്ട്. അപ്പം നമുക്ക് ഈ ഭാഗം മാത്രം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3/4 എന്നതാണ്. അപ്പം ഞാൻ വീണ്ടും എഴുതുന്നു. 4/9 ഇൻറ്റു എഴുതി. ഇവിടെ നിന്ന് ഇതുവരയ്ക്കുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എത്ര കിട്ടി? 3/4. വീണ്ടും ഈ 4 ക്യാൻസലായി. 3 9ൽ 3 തവണയുണ്ട്. സോ ആൻസർ 1/3. ഓക്കെ, ഒരു തവണയും കൂടി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം, നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നുവെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ 3 ക്വസ്റ്റ്യനോളം ഈ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ ലാസ്റ്റായിട്ട് എടുക്കാൻ കാരണം ഈ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണമാണ് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ എടുക്കുന്നത്. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. സോ 4/9 ഇൻറ്റു 18/5 ഡിവിഷൻ 24/5. ഇപ്പം നമ്മൾ എങ്ങനെ എഴുതാം? 4/9 ഇൻറ്റു 18/5. ഈ ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് രണ്ടിനെയും തലകീഴായിട്ട് എഴുതണം. അപ്പോൾ 5/24 എന്ന് വരും. ഇനി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. 5നെയും ക്യാൻസൽ ചെയ്തു. 4 24 6 തവണയുണ്ട് അല്ലേ? 6 4 അല്ലേ 24. അപ്പോൾ 4നെയും 24നെയും ക്യാൻസൽ ചെയ്ത് ഞാനിവിടെ 6 എഴുതി കൊടുത്തു. 4ൻ്റെ ടേബിളിൽ 4 ഒരു തവണ, 24ൽ 4 6 തവണ. മനസ്സിലായോ? ഇത് മനസ്സിലായോ? 9 വന്ന് 18ൽ 2 തവണയുണ്ട്. ഇനി 2 6ൽ 3 തവണയുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോരോ തവണയിൽ ക്യാൻസലായി പോയില്ല. അപ്പോൾ മേലെ മൾട്ടിപ്പിൾ ചെയ്താൽ 1/3 അതാണ് ആൻസർ കേട്ടോ. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇല്ല. എത്ര ക്വസ്റ്റ്യൻ ചെയ്യണോ അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തിട്ട് എനിക്ക് ഫോട്ടോ ആക്കി PDF ആക്കി അയക്കണം കേട്ടോ. പ്ലീസ്. നിങ്ങളിപ്പോൾ ലീവിലാണ്, എക്സാം ആയത് കാരണം കുറേ അങ്ങനെ പോയി പഠിപ്പിക്കാൻ പറ്റാതെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയമാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ റീസണിങ് ഒക്കെ പഠിച്ച് തീർത്തല്ലോ. ഫോൾഡിങ് മാത്രമാണ് ഇനിയും പഠിക്കാത്തതുള്ളൂ. അത് പേപ്പർ ഫോൾഡിങ് അത് മാത്രം ഒരു ദിവസം വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ മെൻ്റൽ എബിലിറ്റിയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അത് കാരണമാണ് അത് എളുപ്പത്തിൽ കിട്ടുന്നത്. അതേപോലെ മാത്സും നമുക്ക് എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2/5 + 1/7. എത്ര വരിക? 2/5 + 1/7. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? 2 ഫ്രാക്ഷനെയും ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന്. ഈ നമ്പറിനെ കൊണ്ട് ഈ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുക, ഈ നമ്പർ കൊണ്ട് ഈ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുക. സോ 2 7s are 14 + 1 5s are 5 by 3 ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യുക. 7 5s are 35. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ LCM എടുത്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ 14 + 5 എത്രയാണ്? 19/35 കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ ബോക്സ് എടുക്കുക. 1/5 - 1/8. ഇതും തന്നെ 1 × 8 എത്രയാണ്? 8 - 1 × 5 5 ഡിവൈഡഡ് ബൈ 5 × 8 40 മൈനസ് ചെയ്താൽ 3/40 കിട്ടി. ഇനി ഇതിനെ രണ്ടിനെയും അവർ എന്ത് ചെയ്യുമെന്ന് ഡിവിഷനാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2/5 + 1/7 നമുക്ക് കിട്ടിയത് 19/35. ഡിവിഷൻ 1/5 - 1/8 കിട്ടിയത് 3/40 ആണ്. അപ്പോൾ 3/40 എഴുതി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 19/35 ഇവിടെ ഡിവിഷനിലുള്ളതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ മൾട്ടിപ്ലൈ സിമ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതി കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഇതിനെയും മൾട്ടിപ്പിൾ ചെയ്യൂ, ഇതിനെയും മൾട്ടിപ്പിൾ ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ അതിനേക്കാളും എളുപ്പം എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം. എപ്പോഴും അടിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം.
എന്താ വരുന്നത് നോക്കൂ ആൻസർ. ഇവിടെ 3ഉം 19 പോവില്ല അല്ലേ? പക്ഷേ 35 5 7 തവണയുണ്ട്, 40 5 8 തവണയുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. 19 × 8 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 147. 7 × 3 ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 21. അല്ല, ഇവിടെ -5/21 കൂടി ഉണ്ട് കേട്ടോ. നിൽക്കട്ടെ ഒരു മിനിറ്റ്, അത് ഞാൻ വിട്ടുപോയി. നമുക്കിങ്ങനെ ഇതുവരെ കിട്ടിയില്ലേ? ഇനി -5/21 കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 19 × 8 ചെയ്യുക. 19 × 8 സാർ എത്രയാണ്? മൾട്ടിപ്പിൾ ചെയ്ത് പറയൂ. 19 × 8 എത്രയാണ് വരിക? മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആൻസർ പറയൂ. ആണോ? 162 ശരിയാണ്. 9 × 8 72 അല്ലടാ. അപ്പോൾ ശരിയാ, 15 152. സോ 152 മേലെ കിട്ടി. താഴെയോ 7 × 3 എത്രയാണ്? 21. ഇപ്പോൾ മൈനസ് ചെയ്യാൻ പോകണം. 2 ഫ്രാക്ഷനെയും മൈനസ് ചെയ്യാൻ പോകുമ്പോൾ താഴെ നോക്കുമ്പോൾ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ താഴെ 21 എഴുതി കൊടുക്കുക. മേലെ 2നെയും മൈനസ് ചെയ്യുമ്പോൾ 147/21 കിട്ടി. ഇനി നമ്മൾ 147നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടണമെന്ന് പറയൂ. ചെയ്യണ്ട. 147 / 21. ഇപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഇവിടെ 147 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എത്ര വന്നു? 7 കറക്റ്റാണ്. 7 ടൈംസ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ 147 കറക്റ്റായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 21നെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 21, 21നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 42. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. 5 + 5 × 5 ഡിവൈഡഡ് ബൈ 5 × 5 + 5 ഇൻറ്റു 1/5 ഡിവിഷൻ 1/5 ഓഫ് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് പറഞ്ഞാൽ എന്താ? ഓഫ് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞ്? മൾട്ടിപ്പിൾ. കറക്റ്റ്. ഓഫ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നാണ് അർത്ഥം. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്യൂ.
ചെയ്യാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം കേട്ടോ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മേലത്തെ ഭാഗം നോക്കൂ, 5 + 5 × 5 കേട്ടോ. ഇതേ തന്നെ താഴെയും തന്നിട്ടുണ്ട്, 5 + 5 × 5 കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചത്. അപ്പോൾ മേലത്തെ ഭാഗം നോക്കൂ, 5 × 5 നമ്മൾ ആദ്യം അതല്ലേ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 5 5s are 25 + 5 എത്രയാണ് 30 ഡിവൈഡഡ് ബൈ 5 5s are 25 + 5 30 30/30 എന്ന് കിട്ടി. ഇത് ഓക്കെയാണ്. ഇനി ഇവിടെ 1/5 ഡിവിഷന് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു ഇട്ടിട്ട് തലകീഴായി എഴുതും ബാക്കിയുള്ള ഫ്രാക്ഷന്. 5/1 എന്ന് എഴുതി. ഓഫിന് പകരം ഇൻറ്റു ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/5 എന്ന് വന്നു താഴത്തെ ഭാഗം. 1/5 ഓഫിന് പകരം ഇൻറ്റു 1/5 എന്ന് എഴുതി. ഈ ഡിവിഷൻ പകരം നമ്മൾ ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് തലകീഴായിട്ട് എഴുതി കൊടുക്കണം. 5/1 എന്ന് എഴുതി കൊടുക്കണം. ഇതും ക്യാൻസലായി, ഓരോരോ തവണ ക്യാൻസൽ ചെയ്യാൻ പറ്റി. അതേപോലെ ഇതും ഓരോരോ തവണ ക്യാൻസൽ ചെയ്യാൻ പറ്റി. അപ്പോൾ 1 × 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 1 × 5 5 കിട്ടും. ഡിവൈഡഡ് ബൈ 1 × 1 × 1 എത്രയാണ് 1 ഡിവൈഡഡ് ബൈ 5 × 1 5 5 × 1 5. അപ്പോൾ നമുക്ക് ആൻസർ 1/5 എന്ന് പറയണത് 1/5 എത്ര തവണയുണ്ട്, ഓരോരോ തവണയുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിങ്ങനെ കിട്ടി നമുക്ക്. അപ്പോൾ എത്രയാണ് കിട്ടിയത്, ഇവിടെ 1 ഇവിടെയും 1 കിട്ടി. അപ്പോൾ 30/30 × 1/1. 30 30 എത്ര തവണയുണ്ട്, ഓരോരോ തവണയുണ്ട്. സോ ആൻസർ 1 1s are 1 താഴെയും 1. 1/1 എത്രയാണ്, 1 തന്നെയാണ് ആൻസർ. ഓക്കെ ആണോ, മനസ്സിലായോ? ഇങ്ങനെയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടി? നോക്കിയില്ലല്ലോ അല്ലേ, ചെയ്തില്ലല്ലോ അല്ലേ. അല്ല, ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 5 ക്വസ്റ്റ്യൻ സമയത്രയായി. ഓക്കെ, അപ്പോൾ ഈസിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്.
എവിടെ ദയയുടെ ശബ്ദം തന്നെ ഇല്ലല്ലോ, എന്ത് പറ്റി? ഉണ്ടോ അവിടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത് മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി പറഞ്ഞു തരണോ? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞു തരണോ? ഓക്കെ, അടുത്ത പേജ് എടുത്ത് പറഞ്ഞു തരാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 5 പ്ലസ് 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 1/5 ഡിവിഷൻ 1/5 ഓഫ് 1/5. താഴെ 1/5 ഓഫ് 1/5 ഡിവിഷൻ 1/5. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യുക അല്ലേ. 5 ഇൻറ്റു 5 എത്രയാണ്? 25 വരും. പ്ലസ് ഇവിടെ ഒരു 5 ബാക്കിയുണ്ട്. താഴെയാണെങ്കിലോ 5 ഇൻറ്റു 5 25 പ്ലസ് 5. ഇത് എഴുതി കൊടുത്തു. ശരിക്കും നമ്മൾ ബ്രാക്കറ്റിലോട്ടാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇത് ചെയ്താൽ മതി. ഇതിപ്പോൾ എളുപ്പമായത് കാരണം ഞാൻ ഇവിടെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചു എന്ന് മാത്രം. ഇനി ഇവിടെ ബ്രാക്കറ്റിലേക്ക് നോക്കൂ. 1/5 ഉണ്ട്. ഡിവിഷൻ ഉള്ളത് കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ടിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതണം. 1/5ൻ്റെ ഇൻവേഴ്സ് ഫോം എത്രയാണ്? 5/1. ഓഫിന് പകരം ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്തോളൂ. പിന്നെ 1/5 ആണ് ഇവിടെ ബാലൻസ് ഉള്ളത്. താഴെ 1/5 ഓഫിന് പകരം ഇൻറ്റു മാർക്ക് 1/5 ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് 5/1 എഴുതി കൊടുത്തു കേട്ടോ. ഇങ്ങനെയല്ലേ ഉള്ളത്? ഇങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 5 + 25 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 25 + 5 എത്രയാണ്? അതും 30 ഇൻറ്റു ഈ 5ഉം ക്യാൻസലായി. ഇത് മേലെ ഉണ്ട് ന്യൂമറേറ്ററിൽ, ഇത് ഡിനോമിനേറ്ററിൽ ഉണ്ട് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി ബാലൻസ് ഉള്ളത് എന്താ? 1/5. അതിവിടെ എഴുതി കൊടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെയും ഈ 5ഉം ക്യാൻസലായി. ഇനി ബാലൻസ് ഉള്ളത് 1/5. അതും ഞാനിവിടെ എഴുതി കൊടുത്തു. 30 ഓരോരോ തവണയുണ്ട്. 1/5ഉം 1/5ൽ ഓരോരോ തവണയുണ്ട്. സോ ഫൈനൽ ആൻസർ 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 1 1. ഫൈനൽ ആൻസർ എത്രയാണ്? 1. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യൂ. ഇതെന്ത് ചെയ്യണമെന്നറിയോ? ഇതത്ര ഈസി അല്ല. അപ്പോൾ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അവർക്ക് വലിയ വലിയ ഓഫീസർമാരാവാനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ മാതിരി കുഞ്ഞു പിള്ളേർ ചെയ്യണമെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെയ്ത് നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊരു 10 തവണ ഇങ്ങനെ ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടുള്ളൂ. നിങ്ങൾ ഒരു തവണ പോലും ചെയ്തു നോക്കുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായോ? ഇതൊക്കെ തീർച്ചയായിട്ടും എക്സാമിന് വരുന്നതാണ്. ഇതൊക്കെ 2019 ചോദിച്ച ക്വസ്റ്റ്യനായത് ഇത്. ഇപ്പം ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും വരും ഇങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ടെൻഷനേ വേണ്ട. അപ്പോൾ ഇതൊരു 5-6 തവണ എഴുതി നോക്കിയിട്ട് പഠിച്ചിട്ട് പിന്നെ ഒരു തവണ നിങ്ങൾ ടെസ്റ്റ് എഴുതി നോക്കിയാലാണ് നിങ്ങളുടെ തലയിലേക്ക് ഒന്ന് കയറുള്ളൂ. 5 തവണ ചെയ്ത് നോക്കി ചെയ്തിട്ട് 6ാമത്തെ തവണ ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ഇരുന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അല്ലാതെ മാജിക് ഒന്നുമില്ല ഇതിന് ചെയ്യാൻ.
മിസ്സസ് എത്രയാ കിട്ടി? ചെയ്യാം അല്ലേ? നന്നായി ശ്രദ്ധിച്ചോളൂ. ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, സി ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ കേഴ്സ്ലി ഇല്ലെങ്കിൽ കേളി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് രണ്ടാമതായിട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കർവ് ബ്രാക്കറ്റ് ആദ്യം ചെയ്തിട്ട് പിന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് രണ്ടാമതായിട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. 7 ഡിവിഷൻ 1/3/4. സോ ഓർമ്മയുണ്ടോ, 1/3/4നെ ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണത് എങ്ങനെയായിരുന്നു, ഓർമ്മയുണ്ടോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാക്കുക? 1/3/4നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇതും ഇതും മൾട്ടിപ്പിൾ ചെയ്യുക, പിന്നെ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് മേലെ ന്യൂമറേറ്ററിൽ എഴുതുക, താഴെ ഡിനോമിനേറ്ററിൽ ഈ 4 തന്നെ എഴുതി കൊടുക്കുക. അപ്പം ആൻസർ എന്തായിരിക്കും പറയൂ? ഇവിടെ എന്ത് വരും പറയൂ? എത്രയാ? 1 4s are 4 plus 3 7 അല്ലേ വരിക? നന്നായി കേട്ടോ. സോ 7 ഡിവിഷൻ ഇവിടെ എത്രയാണ് വന്നത്? 7/4 ആണ് വന്നത്. ഇനി വീണ്ടും ഞാൻ ചെയ്യാൻ പോവുക. 7 ഡിവിഷന് പകരം ഇൻറ്റു കൊടുത്തിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ 4/7. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 4 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായോ? അവന്തിക, ദയ, കിഷാൻ പറയൂ, ഇതുവരെ മനസ്സിലായോ? 7 ഡിവിഷൻ 1/3/4 ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പറഞ്ഞാൽ മേലത്തെ ഭാഗം വലുതും താഴത്തെ ഭാഗം ചെറുതുമാണ്. അതിനാണ് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ആക്കുക? ഈ ഇവിടെ നിൽക്കുന്ന നമ്പറിനെ കൊണ്ടുപോയി ഈ താഴെയുള്ള നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ ഈ മേലെ ന്യൂമറേറ്ററിലുള്ള നമ്പറിനെ കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കുക. സോ 1 × 4 4 + 3 7. 7/4 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന നമ്പറൊക്കെ എന്തൊക്കെയായിരുന്നു? 7 ഉണ്ടായിരുന്നു, ഡിവിഷൻ ഉണ്ടായിരുന്നു. ഈ 1/3/4ന് പകരം 7/4 ഞാൻ എഴുതി കൊടുത്തു. ഇനി നിങ്ങളിത് ക്യാൻസൽ ചെയ്യണം. 7 അങ്ങനെ തന്നെ എഴുതി, ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുക്കുക. 7/4നെ എങ്ങനെ എഴുതാം? 4/7 എഴുതി കൊടുക്കുക. ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി. ഇപ്പോൾ 4 മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇതുവരെ ക്ലിയർ ആണോ? പറയൂ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 4 കിട്ടി. ഇനി ഈ ബ്രാക്കറ്റിൽ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഇവരൊക്കെയാണ്. 12/5 × 5/8. ഈ ഒരു കർവ് ബ്രാക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തു, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള ഭാഗമാണ്. സോ 12ൽ 4 3 തവണ, 8ൽ 4 2 തവണ. ഇതെങ്ങനെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാർക്ക് ഉള്ളത് കാരണം മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 5ൽ 1 തവണ അതങ്ങനെ ക്യാൻസലായി. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 3/2 മാത്രമാണ്. 3 × 1 എത്രയാണ്? 3. 1 × 2 എത്രയാണ്? 2. അങ്ങനെ 3/2 വന്നു. ഇനി ഇതൊരു ബ്രാക്കറ്റിനുള്ളിലാണ് ഉള്ളത്. ഇനി ഈ ഭാഗം നോക്കൂ. ഇതിനെ മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റും. 15 × 2 30. 30 + 1 31. 31/2 മൈനസ് ഉണ്ട് ഇവിടെ. ഇവിടെയോ ഒരു ഇൻറ്റും കൂടി ഉണ്ട്. ക്ലിയർ? ഇതുവരെ മനസ്സിലായോ പിള്ളേരെ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 31/2നെ അങ്ങനെ തന്നെ വെച്ചോളൂ. ഇതിനെ LCM എടുക്കണം. ഇവിടെ 4ൻ്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒന്നുണ്ട് എന്നതാണ് അർത്ഥം. ഇനി LCM എടുക്കുക. 3 × 1 3 + 4 × 2 8 / 2 1s are 2. ഇനിയും നമുക്ക് ഒരു ഇൻറ്റു 2 ഇവിടെ ഉണ്ട്. സോ 31/2 മൈനസ് 3 + 8 11/2 × 2 വന്നു. ഇതും ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ. ഇനി ബാലൻസ് ഉള്ളത് 31/2 മൈനസ് 11. വീണ്ടും ഇവിടെ ഒന്നും ഇല്ലാത്തത് കാരണം, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്തു പോകാം, അതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ എനിക്ക് 11 കിട്ടിയില്ലേ? 11/2 × 2. ഇത് രണ്ടും ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 22 എന്ന് കിട്ടും, താഴെ 2.
ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം ഒരു തവണ 2 എഴുതി കൊടുക്കാം. 31 22 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9. 9/2 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ബോറടിച്ച് തുടങ്ങിയില്ലേ നിങ്ങൾക്ക്? ആണോ അല്ലേ? മതി ഇന്നാ കേട്ടോ. മാത്സ് എടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തലയിൽ കയറില്ല. ഓക്കെ, ഇപ്പം 4 ക്വസ്റ്റ്യൻ. ഇപ്പം നല്ല കുട്ടികളായിട്ട് ഈ 4 ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു നോക്കി എനിക്കൊന്ന് അയച്ചു തരൂ. ഇപ്പോൾ കാമണിക്കൂർ ഉണ്ടല്ലേ, ഒന്ന് ചെയ്തു നോക്കി അയച്ചു തരൂ. ഈ PDF ഞാനിപ്പോൾ തന്നെ അയച്ചു തരാം. ഓക്കെ, എന്താണ് ഈ 4 ക്വസ്റ്റ്യൻ? ഇന്നത്തെ 4 ക്വസ്റ്റ്യൻ ഇതേ 4 ബോർഡ് മാസ് റൂൾ പഠിച്ചിരിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 3 4 4 ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ചെയ്ത് അയച്ചു തരൂ കേട്ടോ. അപ്പം നിങ്ങൾ അപ്പോഴേ പഠിയുള്ളൂ. ഇത് ചെയ്യണ്ട കേട്ടോ. ഇത് ഞാൻ വീണ്ടും പറഞ്ഞോ. അമ്മേന്റെ ഫോൺ ഓണിലല്ല പറഞ്ഞ അതെയോ? അപ്പം എന്താ ചെയ്യുക? വേറെ ഏതെങ്കിലും നമ്പറിൽ കേൾക്കാൻ പറ്റുമോ? അല്ല, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നിനക്ക് അതൊന്നും കാണാൻ പറ്റില്ലേ? നീ ഇപ്പോൾ ഏതിലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നപ്പോൾ?